കേരളത്തിലെ പഴയ സമൂഹത്തിൻ്റെ അടിത്തറ അക്കാലത്ത് നിലനിന്നിരുന്ന ഭൂബന്ധങ്ങളാണ് എന്ന തിരിച്ചറിവാണ് പുതിയ കേരളത്തിൻ്റെ സൃഷ്ടിക്ക് വെളിച്ചം പകർന്നത്. ഭൂബന്ധങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് നേതൃത്വം നൽകിയത് EMS പോലെയുള്ളവരാണ്. കിസാൻ സഭയുടെ നേതൃത്വത്തിൽ ഒരു ഭാഗത്ത് സമരങ്ങൾ പടരുമ്പോൾ തന്നെ ഭൂബന്ധങ്ങളിലും നിയമങ്ങളിലും വരുത്തേണ്ട പൊളിച്ചെഴുത്തിനെ കുറിച്ച് മൂർത്തമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. 1939 മലബാർ കുടിയായ്മ കമ്മിറ്റിയുടെ അംഗം ആയിരുന്നു EMS. അന്ന് EMS എഴുതിയ വിയോജനക്കുറിപ്പ് ഇക്കാര്യത്തിൽ മാതൃകയും വഴികാട്ടിയുമായി മാറി. ഇതിൻ്റെ തുടർച്ചയിലാണ് 1957 തെരഞ്ഞെടുപ്പിന് മുൻപും സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷവും ഭൂപരിഷ്കരണമെന്ന ലക്ഷ്യം കൃത്യമായി പ്രഖ്യാപിക്കപ്പെടുന്നത്. ഭൂപരിഷ്കരണ നിയമം കേരളത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ വലിയ വിപ്ലവമാണ് അക്ഷരാർത്ഥത്തിൽ സൃഷ്ടിച്ചത്. ഭൂമിയുടെ ഉടമസ്ഥത ജനാധിപത്യത്തിൽ പൂർണ്ണമായും ജനാധിപത്യവൽക്കരിക്കപ്പെട്ടു. എല്ലാ ജാതി വിഭാഗങ്ങളിലും പെട്ട വലുതും ചെറുതുമായ കുടിയാന്മാരുണ്ടായിരുന്നു അന്ന്. ആ കുടിയാന്മാർക്കെല്ലാം അവരുടെ ഭൂമി സ്വന്തമായി കിട്ടി. കർഷക തൊഴിലാളി കുടുംബങ്ങൾക്ക് കുടികിടപ്പ് അവകാശം ഉറപ്പായി. ഇതോടെ ജാതി വ്യവസ്ഥയുടെ പ്രതാപകാലം അസ്തമിക്കുകയാണുണ്ടായത്. 1957 സർക്കാർ ഇതിനെ തുടർന്ന് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും പോലീസ് ഭരണത്തിലും പൊതുവിതരണ രംഗത്തും മറ്റും കൈക്കൊണ്ട പരിഷ്കരണങ്ങൾ ആധുനിക കേരളത്തിൻ്റെ സൃഷ്ടിയിൽ വലിയ പങ്കുവഹിച്ചു എന്ന കാര്യം എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ്. EMS കാലത്ത് തുടങ്ങിവെച്ച പരിഷ്കാരങ്ങളുടെ തുടർച്ചയും വളർച്ചയുമാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത്. ഭൂപരിഷ്കരണ രംഗത്ത് പൂർത്തിയാവാത്ത കടമകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കൈവശ ഭൂമിക്ക് പട്ടയം ലഭിക്കാത്ത കൃഷിക്കാരുടെ പ്രശ്നം ചില പ്രദേശങ്ങളിൽ അവശേഷിക്കുന്നു. നിയമപരമായിട്ടുള്ള തടസ്സങ്ങളും മറ്റും മറികടന്ന് പരമാവധി പേർക്ക് പട്ടയം കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ ഊർജിതമായി തന്നെ ഏറ്റെടുത്ത് നടപ്പിലാക്കി വരികയാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് പട്ടയം ലഭിച്ചവരുടെ എണ്ണം 4.25 ലക്ഷത്തോട് അടുക്കുകയാണ്. പുതിയ കേരളം കെട്ടിപ്പടുക്കുന്നതിൽ ഭരണപരിഷ്കാര രംഗത്ത് EMS നൽകിയ സംഭാവനകളും പ്രത്യേകം കാണേണ്ടതുണ്ട്. ഭരണരംഗത്ത് എല്ലാവരും പ്രകീർത്തിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചത് 1957 EMS സർക്കാരാണ്. EMS നേതൃത്വത്തിലുള്ള ഭരണപരിഷ്കാര കമ്മീഷൻ സംസ്ഥാനത്തെ ഭരണയന്ത്രത്തിൻ്റെ നവീകരണത്തിന് വേണ്ടിയും ഒട്ടേറെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. അവയിലേക്ക് ദീർഘമായി കടക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. എന്നിരുന്നാലും ഭരണപരിഷ്കാര കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്ന അധികാര വികേന്ദ്രീകരണം പിന്നീട് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതിനെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. കേരളത്തിൽ ജനകീയാസൂത്രണ പ്രസ്ഥാനം ആരംഭിച്ചത് അധികാരം വികേന്ദ്രീകരിക്കപ്പെടണം എന്ന കാഴ്ചപ്പാടിൻ്റെ തുടർച്ചയിലാണ്. ജനകീയാസൂത്രണത്തിന് മുൻപ് ജില്ലാ കൗൺസിൽ നിയമം പാസാക്കി നടപ്പിലാക്കിയതും നാം ഓർക്കേണ്ടതുണ്ട്. ജില്ലാ കൗൺസിൽ നിയമത്തിൻ്റെ കാര്യത്തിലും ജനകീയാസൂത്രണത്തിൻ്റെ കാര്യത്തിലും EMS എടുത്ത പ്രത്യേക താല്പര്യം എല്ലാവർക്കും അറിവുള്ളതുമാണ്. ജനകീയാസൂത്രണത്തിൻ്റെ സംസ്ഥാനതല ഉപദേശക സമിതിയുടെ അധ്യക്ഷൻ എന്ന നിലക്ക് അതിൻ്റെ അടിസ്ഥാന സമീപനങ്ങൾ നിർവചിക്കുന്നതിൽ EMS നേതൃത്വപരമായ പങ്കുവഹിച്ചിരുന്നു. ഇന്ന് കേരളത്തിലെ ജനകീയാസൂത്രണ പ്രസ്ഥാനം ഇന്ത്യക്കാകെ മാതൃകയായി മാറിക്കൊണ്ടിരിക്കുകയാണ്.
മറ്റൊരു സംസ്ഥാനത്തും ഇത്രയധികം അധികാരങ്ങളും പണവും ജീവനക്കാരെയും താഴെത്തട്ടിലേക്ക് കൈമാറിയിട്ടില്ല. ഓരോ പ്രദേശത്തും ജനങ്ങളുടെ ഇടയിൽ സർക്കാർ നേരിട്ടിടപെട്ട് നിറഞ്ഞു നിൽക്കുന്ന വ്യവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതിൻ്റെ മെച്ചം പ്രളയകാലത്തും കോവിഡ് കാലത്തും നമ്മൾ അനുഭവിച്ച് അറിയുകയുമുണ്ട്. EMSൻ്റെ ഓർമ്മ നിലനിർത്താൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം നവകേരളത്തിൻ്റെ നിർമ്മിതി തുടരുക എന്നതാണ്. ഓരോ കേരളീയനും പുതിയ കേരളത്തിൻ്റെ നിർമ്മാണത്തിൽ പങ്കാളിയാവണം. അധികാരം ജനങ്ങളുടെ കയ്യിലാണ് ഇരിക്കേണ്ടത്. കേരളത്തിലെ ജനങ്ങൾക്ക് അതിന് പ്രാപ്തിയുണ്ട്. കൂട്ടായ പ്രവർത്തനത്തിലൂടെ നവകേരളം സൃഷ്ടിക്കുന്ന പ്രക്രിയ തുടരും എന്ന ഉറപ്പിൽ നമുക്ക് മുന്നോട്ട് പോകാം. EMS സ്മൃതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം.